ശ്രീ ഷാഫി ചാലിയം അങ്ങ് മറുപടി നൽകണം. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2021 കാലഘട്ടത്തിൽ മാത്രം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ബുദ്ധി ഉപയോഗിച്ച് ആ സമയത്ത് മാത്രം ജോബ് വിസയില്ല. UAE വിസ ആ കാലത്തേക്ക് മാത്രം ഫ്രീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കുന്നു. അതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? അല്ല, ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് കരുതുക. എൻ്റെ പ്രസൻറ്റ് പൊസിഷൻ വെച്ചിട്ടില്ലേ ഞാൻ സത്യവാങ്മൂലം കൊടുക്കുക. അദ്ദേഹം മത്സരിക്കുന്ന സമയത്തെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യത എത്രയാണ്, ആസ്തി എത്രയാണ്, മറ്റു കാര്യങ്ങൾ എത്രയാണ്, ആ സമയം എന്താണ്, അത് കൊടുത്തു. അതിലെങ്ങനെ ഇതൊക്കെ ആരോപിക്കപ്പെടുക? പിന്നെ ഇവിടെ പിന്നെ ആർഷോ ചോദിച്ച ചില ആരോപിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പോലീസുകാരൻ, ലീഗുകാരനായ പോലീസുകാരൻ എന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാർക്ക് രാഷ്ട്രീയമുണ്ടോ എനിക്കറിയില്ല. ആ പോലീസുകാരൻ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരനെ കോസ്റ്റൽ പോലീസിലേക്ക് മാറ്റിയെന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്, ഇത് പ്രോസിക്യൂഷൻ വഴിയാണ് സമർപ്പിക്കുന്നത്. അത് പിൻവലിച്ചിട്ടുണ്ടോ അവിടുന്ന്? ഈ റിപ്പോർട്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ ഇതൊക്കെ പറയണമെങ്കിൽ അർത്ഥമുള്ളത്? പിന്നെ കത്തുവ കേസിൽ എങ്ങനെ പൈസ അടിച്ച് മാറ്റുക? മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയാണ്. ഫിറോസ് ഒരിക്കലും ദേശീയ കമ്മിറ്റി ഭാരവാഹിയോ സഹഭാരവാഹിയോ പോലും ആയിട്ടില്ല. അവിടുത്തെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ആ അക്കൗണ്ട് അത് കൃത്യമായി എൻ്റെ അടുത്ത് അതിൻ്റെ എവിഡൻസ് ഉണ്ട്. ഞാൻ ഇന്ന് സ്മൃതിക്ക് ചർച്ച കഴിഞ്ഞിട്ട് ഇട്ട് തരാം, അല്ലെങ്കിൽ നാളെ ഇട്ട് തരാം. കാരണം കൃത്യമായി ആ കേസ് നടത്തിയത് യൂത്ത് ലീഗാണ്. പഞ്ചാബിലേക്ക് ആ കേസ് മാറ്റിച്ചു. ഉടനീളം അതിൻ്റെ അഡ്വക്കേറ്റ്സ്മാരും അവരെ മാതാപിതാക്കളും ആ കേസിന് വേണ്ടി ചെലവഴിച്ച പൈസയും കിട്ടിയതൊക്കെ നേരെ വീഡിയോയിൽ പറയുന്ന അതിൻ്റെ എല്ലാ സംഗതികളും ഞങ്ങളടുത്തുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ഉദ്ദേശിക്കണം എന്താ അറിയോ? ഈ PK ഫിറോസ് ജനറൽ സെക്രട്ടറിയാണ്. ആരാ പ്രസിഡന്റ് അറിയോ? പാണക്കാട്ടെ സയ്യദ് മുനവ്വറിൽ തങ്ങള. അത് നിങ്ങൾ മനസ്സിലാക്കണം. ട്രഷറർ ഇസ്മായിൽ. ഇനി സ്റ്റേറ്റ് യൂത്ത് ലീഗിൻ്റെ അക്കൗണ്ട് പോലും നിങ്ങൾ ഇനി ഏത് ധോത്തിയും കള്ളിത്തുണി എന്തും ആണെങ്കിലും 3 പേര് ആണ് പേരിലെ അക്കൗണ്ട് ഉണ്ട്, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. ഇതിൽ 2 പേര് ഒപ്പിട്ടാലേ വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആർഷോൻ്റെ പാർട്ടിയിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ധോത്തി ചാലഞ്ച് ഞങ്ങളെ പാർട്ടി അണികൾക്കിടയിൽ ഞങ്ങൾ നടത്തിയ ഫണ്ട് സമാഹരണമാണ്. ഇപ്പോൾ ബിരിയാണി ചാലഞ്ച് ഇല്ലേ? ബിരിയാണി ചാലഞ്ച് 100 രൂപക്ക് 200 രൂപക്കൊക്കെ ബിരിയാണി വെക്കും. ഒരാൾ പറയാണ് 20 രൂപയ്ക്ക് ആ ബിരിയാണി കിട്ടും. അതിനാണ് 100 രൂപ വാങ്ങിയത്. പാവപ്പെട്ടവർ എഞ്ചിക്കല്ലേ 20 രൂപയ്ക്ക് ബിരിയാണി ചിലപ്പോൾ ഒരാൾ ഉണ്ടാക്കി തരും. ചിലപ്പോൾ ബിരിയാണി തന്നെ സ്പോൺസർ എന്നു വരും. ഇതെന്തിനാണിത്? ഏതെങ്കിലും രോഗികളെ സഹായിക്കാൻ അല്ല എന്തേ കെട്ടിടം ഉണ്ടാക്കാൻ? ധോത്തി ചാലഞ്ച് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഓഫീസിൻ്റെ നിർമ്മാണത്തിനാണ്. ആ ഓഫീസിൽ നിന്ന് പോയി നോക്കി എവിടെയാണ് നിൽക്കണമെന്നുള്ളത്. അതിന് പുറമെ ആ ഓഫീസിലെ യൂത്ത് ലീഗിൻ്റെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് 2 കോടി രൂപ മുടക്കിൽ വേറെ ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ട്. അതിന് ഇൻകം വരാനുണ്ട്. ഞങ്ങളെ പാർട്ടിയിലെ അക്കൗണ്ടിങ് രീതിയും സംവിധാനം നിങ്ങൾക്ക് അറിയുമോ? ഞങ്ങൾ അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ട പണിയുള്ളൂ. എത്രയാണ് ഫണ്ട് വരുന്നത്? ഇപ്പോൾ വയനാടിൻ്റെ കൈയാകട്ടെ, മറ്റുള്ള കൈകട്ടെ, എന്തെല്ലാം ഇപ്പം തുടർച്ചയായി നമുക്കെതിരെ പറഞ്ഞു വന്നു. ഇനിയിപ്പോൾ വയനാട് ഫണ്ടിൽ നിന്ന് ഫിറോസ് കട്ടുന്നു, അത് പറയുമോ? എനിക്കറിയില്ല. തോട്ടഭൂമിയാണ്, ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? LST ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ 105 വീടിൻ്റെയും പ്ലാൻ ഇതാ പാസ്സാക്കിയിരിക്കുന്നു. അപ്പോൾ ആ 105 വീടിൻ്റെയും പ്ലാൻ പാസ്സാക്കിയ ആളുകളെ, ജീവനക്കാരെ മൊത്തം സസ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം തോട്ടഭൂമിയിൽ ഇത് പാസ്സാക്കി കൊടുക്കാൻ പാടില്ലല്ലോ. നിങ്ങളൊരു ആരോപണം പറഞ്ഞിട്ട് പോയി അടുത്ത ആരോപണത്തിലേക്ക് വരുമ്പോൾ പഴയ ആരോപണത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ആർഷോ പരിശോധിക്കാറുണ്ടോ? ഞങ്ങൾക്ക് നേരെ വരുന്ന ഓരോ കാര്യം. ഡൽഹിയിൽ അങ്ങനെ ആഫീസ് ഇല്ല എന്ന് പറഞ്ഞു. അത് വരാൻ പോകില്ല. അതിന് രജിസ്ട്രേഷൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ശരി, അത് വന്നില്ലേ? പ്രിയങ്ക ഗാന്ധി വരെ എന്താണ് ആ പരിപാടിക്ക് വരില്ലായിരുന്നു. പ്രിയങ്ക ഗാന്ധി വരെ ആ ഓഫീസ് വെച്ചില്ല. എന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അന്ന് വരാഞ്ഞത്. ഇങ്ങനെ ഞങ്ങൾക്ക് നേരെ ഞങ്ങളെ പാർട്ടിയുടെ ഓഫീസ് എവിടെ വാങ്ങണം, എവിടെ പണിയണം, ഇതൊക്കെ പറയാൻ ഈ ജലീലും ടീമും ആരാണ്? സത്യത്തിൽ അദ്ദേഹം CPM-നകത്ത് ഞാൻ പറയാം, തികച്ചും സ്വകാര്യമായ കാര്യങ്ങളിലേക്ക് ജലീൽ ഒളിഞ്ഞു നോക്കുന്നു എന്ന രൂപത്തിലാണ് അങ്ങയുടെ മറുപടി. അല്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. ശ്രീ സജീവൻ, എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? ഇത് 2 വ്യക്തികൾക്കിടയിലെ വൈരാഗ്യം തീർക്കലായിട്ടാണ്, ആ രൂപത്തിലാണ് അതിനെ കാണുന്നത്. ലീഗ് അതിനെ വളരെ ചുരുക്കി കാണുന്നു. അതിൽ മറുപടി പോലും പറയേണ്ടതില്ല എന്ന് കാണുന്നു. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയും വരികയാണ്. 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ 2 പേരും പൊതുപ്രവർത്തകരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അത് ഉന്നയിക്കാൻ പാടില്ല, ഇത് തികച്ചും സ്വകാര്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ഇത് ഓരോ പ്രശ്നത്തിലും പണം ഇപ്പോൾ ഈ ധോത്തി ചാലഞ്ചിൻ്റെ കാര്യം എത്ര രൂപയ്ക്ക് വാങ്ങി എത്ര രൂപയ്ക്ക് കൊടുത്താലും അത് പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ചെലവഴിച്ച കാര്യങ്ങൾ
ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അത് കാശ് കൊടുത്ത ആളുകളെ മാത്രമല്ല അറിയിക്കേണ്ടത്, പൊതുജനത്തിന് അറിയണം. ഇവിടെ പൊതുപ്രവർത്തകർ എത്രമാത്രം സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ കൗൺസിലാണ് കണക്ക് വെക്കുക. അതെ, അത് നിങ്ങളുടെ അതെ അല്ല ഷാഫി, അതൊക്കെ സംഭവിച്ചു. പക്ഷേ ആരോപണം ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അത് ഞാൻ പൊതുജനത്തിനെന്നാണ് പറഞ്ഞത്. ശരി, ഇത് യൂത്ത് ലീഗിന്റെ നാഷണൽ കൗൺസിലോ അല്ലെങ്കിൽ സംസ്ഥാന കൗൺസിലോ അറിയിക്കുന്ന വേറെ കാര്യം, അത് നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണ്. പൊതുജനത്തിന് മുമ്പാകെ ഒരു ആരോപണം വരില്ല, അത് ഞങ്ങൾ സത്യസന്ധരാണ് എന്ന് ആരോപണത്തെ എങ്ങനെ അതിനോട് ഉത്തരവാദപ്പെട്ടവർ ഉന്നയിക്കട്ടെ. അല്ല സജീവൻ, ശരി, ഈ KT ജലീലും പോരാളി ഷാജിക്കും ഒക്കെ മറുപടി പറയാൻ ഒരു പ്രസ്ഥാനത്തിന് കഴിയും. അത് അതിന്റെ ജനറൽ കൗൺസിലാണ് കണക്ക്, വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുക. നല്ല പ്രയോഗമാണോ ശ്രീ ഷാഫി ചാലിയം? സർവ്വ കണക്കും നല്ല പ്രയോഗമാണോ ശ്രീ ഷാഫി ചാലിയം? ചേർത്ത് വെച്ച പേരുകൾ ഒരു പ്രസ്ഥാനത്തിന് മറുപടി പറയുക എന്ന് പറയുന്നത് ശരി. ഒരു പോരാളി വാസു എന്നൊരു ചോദ്യം ചോദിച്ചാൽ കൊടുക്കണോ? ഈ വിഷയം CPM ഏറ്റെടുത്ത് CPM-ന്റേതായ ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കുകയാണെങ്കിൽ അതിന് മറുപടി ഉണ്ടാകും. ഇതിനകത്ത് പൊതുസമൂഹത്തിന് മുൻപിൽ വളരെ ഗൗരവത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നിട്ടുള്ളത്. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് ലീഗ് ഈ പെരുങ്കള്ളന്മാർക്ക് കുടപിടിക്കുന്ന പണി അവർ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണല്ലോ ഇപ്പൊ നിലവിൽ ശ്രീ ഷാഫി ചാലിയം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നേരത്തെ പറഞ്ഞ 2-3 ദിവസത്തിനുള്ളിലെ തെളിവ് അത് കൊണ്ടുവരുമോ? അതിനുള്ള വെപ്രാളമാണോ ജലീലിന്റേത്, അതോ ജലീലിന്റേതാണോ കൃത്യമായ ആരോപണം അറിയാൻ കാത്തിരിക്കാം. സംബന്ധിച്ചല്ലോ. Debate with Smriti Parathikkad.